ഹായ്, ഞാൻ ജസ്നി. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഹായ്, ഞാൻ അലീന. എൻ്റെ വീട് വയനാടാണ്. ഞാനും ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നമ്മളിവിടെ നിൽക്കുന്ന മെയിൻ ക്യാമ്പസിലാണ്. മെയിൻ ക്യാമ്പസിൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. നല്ല നമുക്കിവിടെ വന്നിട്ട് പഠിക്കാനും എല്ലാത്തിനും ഉള്ളൊരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. ഇത് കൂടാതെ നമുക്ക് മറ്റൊരു ക്യാമ്പസ് കൂടെ വരുന്നുണ്ട്. അത് നമ്മുടെ 9th ബേസിലെ ക്യാമ്പസാണ്. അതും ഇതുപോലെ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള വലിയൊരു ക്യാമ്പസാണ്. അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ബിൽറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. 9th ബേസ് ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സിന് അത് ട്രാവലിനൊക്കെ വളരെ ഈസി ആയിരിക്കും. കാരണം അവിടെ തന്നെ ഹോസ്റ്റൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരെ ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സുകളിലേക്ക് പോകാനൊക്കെ വളരെ ഈസി ആയിരിക്കും. നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ വേറെ 2 ഹോസ്റ്റലും കൂടെ, മൊത്തം 3 ഹോസ്റ്റലുണ്ട്. വേറെ 2 ഹോസ്റ്റൽ വാത്നി 11th ബേസ് ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് വാത്നി ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ഹോസ്റ്റലുണ്ട്. പിന്നെ ഇന്ത്യൻ മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ പ്രത്യേകത എടുത്തു പറയാനുള്ളത് നമുക്ക് സ്റ്റഡി ഹോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ടൈം വേണമെങ്കിലും രാത്രിയിൽ വെളുപ്പിനെ എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മുടെ സ്റ്റഡി ഹോളിൽ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ക്ലിനിക്സ് വരുന്നുണ്ട്. അപ്പോൾ 3500-ലധികം ബെഡുകളുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് തേർഡ് ഇയറിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിനിക്സ് ആയിരിക്കും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ഓരോരോ ഹോസ്പിറ്റൽസ് നമുക്കുണ്ട്. 450-ലധികം മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അതും വിക്ക എഡ്യൂക്കേഷൻ വഴി തന്നെയാണ്. നമ്മൾ 450-ലധികം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 13-ലധികം ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ അനാറ്റമി ഫാക്കൽറ്റി രോഹിത് സാറ് മലയാളിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോംലി ഫീൽ കിട്ടും. അത് പിന്നെ നമുക്ക് പറയാനുള്ള ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചാണ്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ വെതറൊക്കെ നല്ല ടോളറബിൾ വെതറാണ്, നല്ല കംഫർട്ടബിൾ വെതറാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇന്ത്യൻസിനെ നല്ല ഇതായിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. അവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ അവരെ വിളിച്ച് ഫോട്ടോ എടുക്കുകയും എല്ലാം അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ കാണുമ്പോൾ. പിന്നെ ഇവിടെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിലും ഏകദേശം നമുക്ക് നാട്ടിലെ റേറ്റിൽ തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് ഇവിടുത്തെ ലിവിംഗ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാവൽ വരുന്നത് നമുക്ക് നാട്ടിൽ ഏത് എയർപോർട്ട്സിൽ നിന്നാണെങ്കിലും ഡൽഹി, അവിടെ നിന്ന് താഷ്കന്റ് വന്നാൽ പിന്നെ നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ് ട്രാവലിന്. ഒന്ന് ഇവിടെ ഫെർഗാന എയർപോർട്ട് ഉണ്ട്, അപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ റോഡ് ടാക്സി ഈസ് ആൻ ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ട്രെയിനും ഉണ്ട്, ബുള്ളറ്റ് ട്രെയിൻ അവൈലബിൾ ആണ്. നല്ല കംഫർട്ടബിൾ ജേർണി ആയിരിക്കും. അത് കൂടാതെ നാട്ടിൽ നിന്ന് UAE വഴി ഷാർജ, അബുദാബി എല്ലാം വഴി എയർ അറേബ്യ പോലെയുള്ള ഫ്ലൈറ്റ്സ് നമുക്ക് താഷ്കന്റ് എത്താൻ വേണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ വന്നത് വിക്ക എഡ്യൂക്കേഷൻ വഴിയാണ്. അവർ നമുക്ക് ത്രൂ ഔട്ട് ഗൈഡൻസ് ഇതുവരെ തന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 3 ഇയേഴ്സ് ഇപ്പോൾ ആവുന്നു. അവർ നമുക്ക് നാട്ടിൽ നിന്ന് സാധനം എത്തിക്കാനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോരാത്തിന് അനുരാജ് സാറ് ഇയർലി 2 പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് എന്ത് സാധനം എത്തിക്കാനാണെങ്കിലും എല്ലാം സാർ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യാറുണ്ട്.